അറബികളുടെ പലസ്തീനിയൻ കുടിയേറ്റ ചരിത്രം. യേശുവയുടെ ഉടൻ സംഭവിക്കാനിരിക്കുന്ന പുനരാഗമനവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും സ്വാഗതം. മനോവ നൽകുന്ന സന്ദേശങ്ങൾ അപ്പോൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. സന്ദേശം മറ്റുള്ളവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഷെയർ ചെയ്യുക. യേശുവയുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം. അറബികളുടെ പലസ്തീനിയൻ കുടിയേറ്റ ചരിത്രം. പലസ്തീനിൽ ഇന്ന് നാം കാണുന്ന മുസ്ലിങ്ങൾക്ക് ആ നാടുമായുള്ള ബന്ധം എന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കാൻ പോകുന്നത്. പലസ്തീൻ എന്നൊരു രാജ്യം ഏതെങ്കിലും കാലത്ത് നിലവിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നുവെങ്കിൽ ആ രാജ്യം നിലനിന്നിരുന്ന ഭൂപ്രദേശം ഏതാണ്? ഏതെല്ലാം പ്രദേശങ്ങൾ ചേരുന്നതാണ് പഴയ പലസ്തീൻ? അവിടെ അധിവസിച്ചിരുന്ന ജനത ഏതാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള കൃത്യവും വ്യക്തവുമായ ഉത്തരം ഇന്നും നമുക്ക് ലഭ്യമാണ്. അത് കണ്ടെത്തിയാൽ ആദ്യത്തെ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരവും നമുക്ക് ലഭിക്കും. എന്നാൽ അഭിനവ ചരിത്രകാരന്മാർ ഇടത്തോട്ട് ചാഞ്ഞിരുന്ന് എഴുതിയുണ്ടാക്കിയ കൽപ്പിത ചരിത്രങ്ങൾ പരിശോധിച്ചാൽ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. പരിശോധിക്കേണ്ട ഇടത്തു തന്നെ പരിശോധിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ചരിത്രം പഠിക്കാൻ കഴിയുകയുള്ളൂ. ചരിത്ര രചനകളെ സംബന്ധിച്ച് ആമുഖമായി പറയാനുള്ളത് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വിശ്വവിഖ്യാതമായ ഒരു വാചകമാണ്. ഇതാണ് ആ വാചകം: ആലോചിച്ചുറപ്പിച്ച നുണകളുടെ കടലാസ് കെട്ടിനെ ചരിത്രം എന്ന് വിളിക്കുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇന്ന് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ചരിത്രങ്ങളെല്ലാം ആലോചിച്ചുറപ്പിച്ച നുണകളുടെ സമാഹാരം തന്നെയാണ്. അതായത് ചരിത്രമെന്ന വ്യാജേന പ്രചരിപ്പിക്കപ്പെടുന്ന എല്ലാ രചനകളുടെയും പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. രചയിതാവിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന വിധത്തിലല്ലാതെ ചരിത്രങ്ങളൊന്നും ഇന്നോളം രചിക്കപ്പെട്ടിട്ടില്ല. ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടാം ലോകമഹായുദ്ധത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ട് ഇല്ലൂമിനാറ്റികൾ സൃഷ്ടിച്ച ചരിത്രം. പ്രതിയോഗികളുടെ വായ മൂടിക്കെട്ടിയതിനു ശേഷം അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി ചരിത്രമെഴുതുകയും അത് ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് രണ്ടാം ലോകമഹായുദ്ധ ചരിത്രരചനയിൽ അവലംബമാക്കിയത്. ആവർത്തിച്ച് നുണകൾ പറയുമ്പോൾ സത്യം തമസ്കരിക്കപ്പെടുകയും വരാനിരിക്കുന്ന തലമുറ അസത്യത്തിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകൾ തങ്ങളുടെ പ്രധാന ആയുധമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നുണയാണ്. തങ്ങൾ ചെയ്ത നീചമായ പ്രവൃത്തികളെ കൗശലപൂർവ്വം മറച്ചുവെക്കുകയോ അവ തങ്ങളുടെ പ്രതിയോഗികളുടെ തലയിൽ കെട്ടിവയ്ക്കുകയോ ചെയ്യുന്നതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ എക്കാലത്തെയും ശൈലി. സ്റ്റാലിൻ എന്ന രക്തദാഹിയുടെ പൈശാചിക കൂട്ടക്കൊലകളുടെയെല്ലാം ഉത്തരവാദിത്തം ഹിറ്റ്ലറുടെ തലയിൽ കെട്ടിവെച്ചത് ഈ ശൈലി പിന്തുടർന്നുകൊണ്ടാണ്. നമ്മുടെ വിഷയം മറ്റൊന്നായതുകൊണ്ട് തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ വാദിയെ പ്രതിയാക്കി നടത്തിയ ചരിത്രരചനയുടെ വിശദാംശങ്ങളിലേക്ക് മനോവ ഇപ്പോൾ കടക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ മറ്റൊരവസരത്തിൽ ഈ വിഷയം വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഇന്ന് പഠനവിധേയമാക്കുന്ന വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് വ്യാജ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള അറിവ്. കാരണം നാം പഠിക്കാൻ പോകുന്ന വിഷയം ചരിത്രമാണ്. അസത്യത്തെ സത്യമാക്കാൻ യഥാർത്ഥ സത്യത്തിൻ്റെ ശേഷിപ്പുകൾ ഇല്ലാതാക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ വക്താക്കൾ മാനവ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പലസ്തീനിയൻ ചരിത്രത്തിലും സത്യത്തെ തമസ്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കാണാം. ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലസ്തീനിയൻ ചരിത്രത്തിൽ അറബികൾ ഉടമകളും ഇസ്രായേൽക്കാർ കുടിയേറ്റക്കാരുമാണ്. ഇങ്ങനെയൊരു വ്യാജ ചരിത്രം ലോകത്തെ വിശ്വസിപ്പിക്കേണ്ടതിനായി പല ചെപ്പടി വിദ്യകളും ഇടതുപക്ഷം പ്രയോഗിക്കുന്നുണ്ട്. നുണകളുടെ ആവർത്തനമാണ് അവയിലൊന്ന്. പലസ്തീനിലെ അറബികൾക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ കഥകൾ ചമയ്ക്കുന്നവർ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതും നുണകൾ ആവർത്തിച്ചുകൊണ്ടാണെന്ന് നാം തിരിച്ചറിയണം. പലസ്തീൻ്റെ ചരിത്രം പറയുമ്പോൾ ഇവർ തുടങ്ങുന്നത് 1948 നിന്നാണ്.
അതിനു മുൻപത്തെ ചരിത്രം ഇവർ സൗകര്യപൂർവ്വം അവഗണിക്കുന്നു. തങ്ങൾക്ക് അനുകൂലമാകുമെങ്കിൽ 5000 വർഷങ്ങൾക്കപ്പുറത്തു നിന്ന് ചരിത്ര വിവരണം ആരംഭിക്കാനും ഇവർ തയ്യാറാകും. സത്യദൈവത്തെ നിഷേധിക്കാൻ പരിണാമ സിദ്ധാന്തം എന്ന മൂഢവാദത്തിന് ചരിത്രപരത നൽകുന്നതും ഇവരാണ്. അതിനായി 500 കോടി വർഷത്തിൻ്റെ കഥകൾ ഇവർ ചമയ്ക്കാറുണ്ട്. എന്നാൽ ഇസ്രായേലിന് 1948 മെയ് 14 മുൻപ് ചരിത്രം ഉള്ളതായി ഇസ്ലാമിസ്റ്റുകളും ഇടതുപക്ഷ പരീക്ഷകളും അംഗീകരിക്കുന്നില്ല. ആയതിനാൽ യഥാർത്ഥ ചരിത്രം ഇവിടെ വിവരിക്കുന്നതിന് മുൻപായി ചില ഇടതുപക്ഷ വരട്ടുവാദങ്ങളും ഇടത് ഇരട്ടത്താപ്പും വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒരു പ്രത്യേകതരം ധാർമ്മികതയും മനുഷ്യാവകാശവാദവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘം ഈ ലോകത്ത് വ്യാപരിക്കുന്നുണ്ട്. അതാണ് ലെഫ്റ്റ് ആക്ടിവിസം. കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഇടതുപക്ഷ സമൂഹം ഒരു കാര്യം തിരിച്ചറിയണം. എന്തെന്നാൽ കണ്ണ് തുറന്നിരിക്കുന്നവർ നിങ്ങളെ പുറംകാലിന് തൊഴിക്കുമെന്നതാണ് ആ കാര്യം. തങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരായ സത്യങ്ങൾക്ക് നേരെ കണ്ണടച്ചു എന്നതുകൊണ്ട് സത്യം ഇല്ലാതാകുന്നില്ല. ഇസ്രായേലിന്റെ ചരിത്രം ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇടതു ചരിത്രകാരന്മാരുടെ സാഹസം കാണുമ്പോൾ ഇക്കാര്യം നമുക്ക് വ്യക്തമാകും. പലസ്തീനിലെ അറബികളെ ജന്മികളായും ഇസ്രായേൽക്കാരെ കുടിയാന്മാരായും അവതരിപ്പിക്കാനാണ് ഇടതുപക്ഷ ലോകം നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 1948 മുൻപ് ഇസ്രായേലിന് ചരിത്രമില്ലെന്ന് വാദിക്കുന്ന ഇടതുപക്ഷ എംബോക്കികൾക്ക് യെരുശലേമിൻ്റെ മേൽ 3 മതങ്ങൾക്ക് തുല്യാവകാശം കൽപ്പിച്ചു കൊടുക്കാൻ തെല്ലൊരു ശങ്കയുമില്ല. ഏത് കാലഘട്ടത്തിലെ ചരിത്രമാണ് ഇക്കാര്യത്തിൽ ഇടത് ശുംഭന്മാർ പരിഗണിക്കുന്നത്? 3 മതങ്ങൾക്ക് തുല്യാവകാശമുള്ള യെരുശലേം. ഇടതുപക്ഷവും ഇസ്ലാമിക ജിഹാദികളും യെരുശലേമിൻ്റെ മേലുള്ള അവകാശം 3 മതങ്ങൾക്കായി കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ക്രൈസ്തവരിൽ ചിലരും ഇത് അംഗീകരിക്കുന്നുണ്ട്. ചരിത്രബോധമില്ലാത്തവരോ ഇടതുപക്ഷ വിസർജ്യം മൃഷ്ടാന്നം ഭുജിക്കുന്നവരോ ആയ ക്രൈസ്തവ പേരുകാരികളാണ് ഇക്കൂട്ടർ. എന്തടിസ്ഥാനത്തിലാണ് യെരുശലേമിൻ്റെ മേൽ 3 മതങ്ങൾക്ക് അവകാശമുണ്ടാകുന്നത്? ഇസ്ലാമിന് യെരുശലേമുമായി എന്തു ബന്ധമാണുള്ളത്? ഇസ്ലാം മത വിശ്വാസികൾക്ക് യെരുശലേമുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് യഥാർത്ഥ സത്യം. യെരുശലേമിൻ്റെ പരിസരത്ത് പോലും മുഹമ്മദോ മുഹമ്മദിൻ്റെ അനുയായികളോ പോയിട്ടില്ലെന്നിരിക്കെ മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ ചമച്ച കൽപ്പിത കഥയ്ക്ക് ചരിത്ര ഭാഷ്യം നൽകാൻ ഇടത് ലോകം ഇന്ന് ശ്രമിക്കുകയാണ്. യെരുശലേമിനെ പശ്ചാത്തലമാക്കി മുഹമ്മദ് ഒരു കിനാവ് കണ്ടു എന്ന് അയാൾ തൻ്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്. സ്വപ്നം കാണാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് മനോവയ്ക്കറിയില്ല. ചില പുരുഷന്മാർ സിനിമാ നടിമാരെ വിവാഹം കഴിച്ചതായി സ്വപ്നം കണ്ടേക്കാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നതായോ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതായോ സ്വപ്നം കാണുന്നവരും ഉണ്ടാകാം. എന്നാൽ താൻ കണ്ട സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൈറ്റ് ഹൗസിൽ കടന്നു കയറാനോ സിനിമാ നടിയുമായി മധുവിധു ആഘോഷിക്കാനോ തയ്യാറെടുക്കുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? യെരുശലേമിൻ്റെ മേൽ ഇസ്ലാമിനുള്ള അവകാശമെന്നത് സ്വപ്നത്തിൽ വിവാഹം ചെയ്ത സുന്ദരിയോടൊപ്പം മധുവിധു ആഘോഷിക്കുമെന്ന് വാശി പിടിക്കുന്നത് പോലെയാണ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് യെരുശലേമുമായുള്ള ബന്ധം ഒരു സ്വപ്നത്തെ അടിസ്ഥാനമാക്കി ഉന്നയിക്കുന്ന അവകാശവാദം മാത്രമാണ്. മുഹമ്മദ് ഒരിക്കൽ പോലും യെരുശലേമിൽ സന്ദർശനം നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഇസ്ലാം പോലും പലസ്തീനിൽ ഉണ്ടായിരുന്നില്ല എന്നതും നാം അറിഞ്ഞിരിക്കണം. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവയ്ക്കാൻ അനേകം കൽപ്പിത കഥകൾ ഇസ്ലാമിക സമൂഹം പ്രചരിപ്പിക്കുന്നുണ്ട്. അവയിലൊന്നാണ് അൽ അക്സ മസ്ജിദ് അഥവാ മസ്ജിദുൽ അക്സ എന്ന മന്ദിരത്തെ സംബന്ധിക്കുന്ന വ്യാജ ചരിത്രം. ഈ മന്ദിരത്തെക്കുറിച്ച് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇസ്ലാം പറഞ്ഞു നടക്കുന്ന കള്ളക്കഥകൾ തുറന്നു കാണിക്കുന്നതിന് മുൻപ് ചരിത്രാന്വേഷണത്തിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് ചിലത് മനസ്സിലാക്കാനുണ്ട്. ചരിത്രം സത്യസന്ധമായി പഠിക്കണമെങ്കിൽ അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. ചരിത്രം എഴുതിയ വ്യക്തി ആരാണെന്നതും ആ വ്യക്തിയുടെ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ
എഴുതപ്പെട്ട ചരിത്രം എത്രത്തോളം സത്യസന്ധമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് നെപ്പോളിയൻ ബോണോപാർട്ടിൻ്റെ വിശ്വവിഖ്യാതമായ ഉദ്ധരണി ആമുഖമായി നാം പരിഗണിച്ചത്. എഴുതിയ വ്യക്തിക്ക് എന്തെങ്കിലും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ടോ എന്നതുകൂടി പരിഗണിച്ചു മാത്രമേ ചരിത്രരചനയുടെ ആധികാരികത നിശ്ചയിക്കാവൂ. അതുകൊണ്ട് തന്നെ എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ വിശ്വസനീയമായത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര വിവരണങ്ങൾ മാത്രമാണ്. ബൈബിളിൽ നാം വായിക്കുന്ന ചരിത്രം ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടതിന് എഴുതപ്പെട്ട ചരിത്ര വിവരണങ്ങളല്ല, മറിച്ച് ഇസ്രായേൽക്കാരുടെ മക്കൾ അനുസ്മരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ടവയാണ്. ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന ചരിത്രം പരിപൂർണമായും സത്യസന്ധമാണെന്ന് പറയാൻ വേറെയും കാരണങ്ങളുണ്ട്. ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ മനുഷ്യരാരും ഉണ്ടായിരുന്നില്ലെന്ന് നമുക്കറിയാം. അവസാനത്തെ സൃഷ്ടി മനുഷ്യനായതുകൊണ്ട് അതിനു മുൻപ് നടന്ന സൃഷ്ടികർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ മനുഷ്യരിൽ ആരും ഉണ്ടായിരുന്നില്ല. അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് സാക്ഷ്യം വഹിച്ചത് സൃഷ്ടാവായ ദൈവവും സ്വർഗവാസികളും മാത്രമാണ്. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുൻപത്തെ ചരിത്രം മനുഷ്യൻ പറയുന്നുവെങ്കിൽ അത് ഊഹം മാത്രമായിരിക്കും. എന്നാൽ ബൈബിളിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന ചരിത്രത്തിൻ്റെ കാര്യത്തിൽ ഊഹങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല, പരിപൂർണ സത്യങ്ങൾ മാത്രമാണ്. കാരണം സൃഷ്ടിയുടെ പുസ്തകം രചിച്ചത് പ്രവാചകനായ മോശയാണെങ്കിലും സൃഷ്ടാവായ ദൈവം നേരിട്ട് പറഞ്ഞു കൊടുത്തത് മാത്രമാണ് മോശ എഴുതിയത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് കിണഞ്ഞു ശ്രമിച്ചിട്ടും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിയുടെ ചരിത്രത്തെ ഖണ്ഡിക്കാൻ ആർക്കും ഇന്നോളം സാധിച്ചിട്ടില്ല. സൃഷ്ടാവിനേക്കാൾ ആധികാരികമായി സൃഷ്ടിയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ മറ്റാർക്കും കഴിയില്ല എന്നതാണ് അതിന് കാരണം. ആ സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയെ സംബന്ധിക്കുന്ന ചരിത്രം ആധികാരികമായി വെളിപ്പെടുത്തിയത്. ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടി മോശ എഴുതി. അതായത് പ്രവാചകനായ മോശ ചരിത്രം എഴുതിയത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ശ്രവിച്ചുകൊണ്ടാണ്. 50 അധ്യായങ്ങളിലായി എഴുതപ്പെട്ടിരിക്കുന്ന സൃഷ്ടിയുടെ പുസ്തകത്തിന് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ചരിത്രരേഖ എന്ന സവിശേഷത കൂടിയുണ്ട്. ആർക്കും ഇന്നോളം കൈകടത്താൻ കഴിയാത്ത ചരിത്രരേഖയാണ് സൃഷ്ടിയുടെ പുസ്തകം. സൃഷ്ടാവായ ദൈവം അവിടുത്തെ പേര് വെളിപ്പെടുത്തിയതും മോശ പ്രവാചകനോടായിരുന്നു. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ രചിച്ചത് മോശയാണെന്ന് നമുക്കറിയാം. ഈ 5 പുസ്തകങ്ങളും രചിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് കേട്ടവയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മോശയോട് ദൈവം സംസാരിച്ചു എന്നതിന് വ്യക്തമായ തെളിവ് ബൈബിളിലുണ്ട്. ബൈബിളിൽ നിന്നൊരു സാക്ഷ്യം ശ്രദ്ധിക്കുക. മോശയുടെ ഭാര്യയായ കുഷ്യസ്ത്രീയെ പ്രതി മിരിയാമും അഹ്റോനും അവനെതിരെ സംസാരിച്ചു. യാഹ്വേ മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. യാഹ്വേ അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. യാഹ്വേ ഉടനെ തന്നെ മോശയോടും അഹ്റോനോടും മിരിയാമിനോടും പറഞ്ഞു, നിങ്ങൾ മൂവരും പുറത്തു സമാഗമ കൂടാരത്തിലേക്ക് വരുവിൻ. അവർ വെളിയിൽ വന്നു. യാഹ്വേ മേഘസ്തംഭത്തിൽ ഇറങ്ങി വന്ന് സമാഗമ കൂടാരവാതിൽക്കൽ നിന്നിട്ട് അഹ്റോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ മുന്നോട്ട് ചെന്നു. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ വചനം ശ്രവിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യാഹ്വയായ ഞാൻ ദർശനത്തിൽ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. സ്വപ്നത്തിൽ അവനോട് സംസാരിക്കുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവനെ എൻ്റെ ഭവനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഏൽപ്പിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു. അവൻ യാഹ്വയുടെ രൂപം കാണുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്ത്? സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അഹ്റോനെയും മിരിയാമിനെയും സാക്ഷിയാക്കിയാണ് ദൈവം ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തന്നോട് യാഹ്വേ സംസാരിച്ചുവെന്ന് മോശ പറയുന്നുവെങ്കിൽ അത് വെറും വീമ്പ് പറച്ചിലല്ല, അതിന് സാക്ഷികളുണ്ട്. എന്നാൽ മുഹമ്മദിൻ്റെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്.
മുഹമ്മദിനോട് അല്ലാഹു സംസാരിച്ചുവെന്നതിന് ഒരു സാക്ഷി പോലും ഉണ്ടായിരുന്നില്ല. അല്ലാഹു തന്നോട് പറഞ്ഞുവെന്നത് മുഹമ്മദിൻ്റെ അവകാശവാദം മാത്രമാണ്. അല്ലാഹുവിൻ്റെ സ്വരം ശ്രവിച്ച ആരും ഇന്നോളം ഈ ലോകത്ത് ജീവിച്ചിട്ടില്ല. അതായത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യാഹ്വേയുമായി അല്ലാഹുവിനോ മുഹമ്മദിനോ ഇസ്ലാം മതത്തിനോ യാതൊരു ബന്ധവുമില്ല എന്നതാണ് വസ്തുത. അതുപോലെ തന്നെ അബ്രാഹത്തിൻ്റെ ദൈവമായ യാഹ്വേയെ അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിനും അബ്രാഹത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാനും സാധിക്കില്ല. അബ്രാഹത്തിൻ്റെ ദൈവത്തിന് യാഹ്വേ എന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ. പേരിൻ്റെ കാര്യത്തിൽ കാർക്കശ്യ നിലപാട് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തിനുണ്ടായിരുന്നു. അവിടുന്ന് തൻ്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് മോശയോട് അരുളി ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കുക. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യാഹ്വേ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ പേര്. അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ പേരിൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. യാഹ്വേ എന്ന പേരിൽ എല്ലാ തലമുറകളും തന്നെ അനുസ്മരിക്കണം എന്നതാണ് സത്യദൈവം നൽകിയിരിക്കുന്ന കൽപ്പന. ഈ പേരിന് പകരം മറ്റൊരു പേര് അവിടുന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തെയും അവിടുത്തെ സ്ഥായിയായ സ്വഭാവത്തെയും അവർ അറിഞ്ഞിട്ടില്ല. പേരിൽ എന്തെങ്കിലും പരിഷ്കാരം വരുത്താൻ അവകാശമുള്ളത് പേരിൻ്റെ ഉടമയ്ക്ക് മാത്രമാണ്. ഒരു വ്യക്തിയുടെയും പേര് മാറ്റാനോ പേര് പരിഭാഷപ്പെടുത്താനോ മറ്റാർക്കും അവകാശമില്ലെന്നിരിക്കെ സർവശക്തനായ ദൈവം പ്രഖ്യാപിച്ച അവിടുത്തെ പേര് പരിഷ്കരിക്കാൻ മനുഷ്യർക്കോ ദൈവദൂതന്മാർക്ക് പോലുമോ അവകാശമില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ട സത്യം. അതുകൊണ്ട് തന്നെ യാഹ്വേ എന്ന പേരിലല്ലാതെ മറ്റു പേരുകളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ സത്യദൈവത്തെ അല്ല വിളിച്ചപേക്ഷിക്കുന്നത്. ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പും അറബി ഭാഷ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അല്ലാഹു എന്ന പേര് ഉണ്ടായത് ഇസ്ലാം മതം ഉണ്ടായതിനു ശേഷം മാത്രമാണ്. അതായത് ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് അറബികൾ ഒരിക്കലും അല്ലാഹു എന്നൊരു പേര് കേട്ടിട്ടില്ല. മുഹമ്മദ് പ്രഖ്യാപിച്ച ഈ പേരുമായി അബ്രാഹത്തിനോ ഇസ്ഹാക്കിനോ യാക്കോബിനോ ഒരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, അവരൊരിക്കലും ഈ പേര് കേട്ടിട്ട് പോലുമില്ല. ഇബ്രാഹിം നബി എന്ന് മുഹമ്മദ് പറയുന്ന കഥാപാത്രവുമായി അബ്രാഹത്തിന് ഒരു ബന്ധവുമില്ല എന്നതിൻ്റെ സാക്ഷ്യം കൂടിയാണ് അല്ലാഹു എന്ന ദൈവസങ്കല്പം. താൻ അവതരിപ്പിച്ച ദൈവസങ്കല്പത്തിന് ആധികാരികതയും വിശ്വാസ്യതയും നൽകുന്നതിന് വേണ്ടിയാണ് അബ്രാഹത്തിൻ്റെ പാരമ്പര്യം മുഹമ്മദ് അവകാശപ്പെടുന്നത്. അതിനപ്പുറം മുഹമ്മദിനോ ഖുറൈശി ഗോത്രക്കാർക്കോ ഇസ്ലാമിക സമൂഹത്തിനോ അബ്രാഹവുമായി യാതൊരു ബന്ധവും തെളിയിക്കാൻ കഴിയില്ല. നുണ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ലോക മനുഷ്യരിൽ പലരെയും കബളിപ്പിക്കാൻ ഇസ്ലാമിനും പ്രോ ഇസ്ലാമിസ്റ്റുകളായ ഇടതുപക്ഷത്തിനും സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ്. എന്നാൽ സമചിത്തതയോടെ ചിന്തിക്കുന്നവർക്ക് ഇസ്ലാമിക അവകാശവാദങ്ങളിലെ പൊള്ളത്തരം ഗ്രഹിക്കാൻ കഴിയും. അറബികളെല്ലാം അബ്രാഹത്തിൻ്റെ പരമ്പരയിൽ നിന്നുള്ളവരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അനേകർ ഈ ഭൂമുഖത്തുണ്ട്. അറബികളെല്ലാം അബ്രാഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരും ഇസ്മായേലിൻ്റെ സന്തതികളുമാണോ? അല്ല എന്നതിന് വ്യക്തമായ തെളിവ് ബൈബിളിലുണ്ട്. അബ്രാമിന് ഹാഗാർ എന്ന ഈജിപ്തുകാരിയിൽ ജനിച്ച പുത്രനായിരുന്നു ഇസ്മായേൽ. ഹാഗാർ തൻ്റെ പുത്രനായ ഇസ്മായേലിനോടൊപ്പം ജീവിച്ചത് ഈജിപ്തിലെ ഷൂർ മരുഭൂമിയിലുള്ള പാരാനിൽ ആയിരുന്നു. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു സമൃദ്ധനായൊരു വില്ലാളിയായി തീർന്നു. അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. സൃഷ്ടിയുടെ പുസ്തകം 21-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ഇസ്മായേലിനെ സംബന്ധിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ നോക്കുക.
ഇസ്മായേലിൻ്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്ത്യശ്വാസം വലിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു. ഹവില മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു. അസീറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിൻ്റെ എതിർവശത്താണ് ഷൂർ. അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത്. സൃഷ്ടിയുടെ പുസ്തകം 25-ാം അധ്യായം 17-18 വാക്യങ്ങൾ. യിസ്ഹാക്കിനെ കൂടാതെ തനിക്ക് ജനിച്ച മക്കളെയെല്ലാം യിസ്ഹാക്കിൽ നിന്നും ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അബ്രാഹം അയച്ചുവെന്ന് ബൈബിളിൽ വ്യക്തമാക്കിയതിലൂടെ യിസ്ഹാക്ക് മാത്രമാണ് കാനാൻ ദേശത്തിൻ്റെ അവകാശി എന്ന സത്യമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. മാത്രവുമല്ല, ഇസ്മായേൽ ജീവിച്ച ഭൂപ്രദേശം ഏതാണെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈജിപ്തിൻ്റെ ഭാഗമായ 2 മരുഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് ഷൂർ മരുഭൂമി. ഇസ്മായേലിൻ്റെ സന്തതി പരമ്പര അധിവസിച്ച പ്രദേശം അതായിരുന്നു. ഇസ്മായേൽ വിവാഹം കഴിച്ചത് ഹാഗാറിൻ്റെ സ്വജനത്തിൽ നിന്നുള്ള സ്ത്രീയെയായിരുന്നുവെന്നും ബൈബിളിൽ വായിക്കാൻ കഴിയും. അതായത് പാരാനിലെ ഷൂർ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ജനതയിൽ ഇസ്മായേലും സന്തതികളും ലയിച്ചു ചേർന്നു. തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ സെമറ്റിക് ഭാഷയോട് സാദൃശ്യമുള്ള ഭാഷയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അബ്രാഹത്തിൻ്റെ ഭാഷയായ കാനാൻ ഭാഷ ആയിരുന്നില്ല ഇസ്മായേലിൻ്റെ സന്തതി പരമ്പരയുടെ ഭാഷ. ഈ പരമ്പരയിലാണ് മുഹമ്മദ് ജനിച്ചത് എന്നതിൻ്റെ യാതൊരു തെളിവും മുഹമ്മദിനോ ഇസ്ലാമിനോ ഇന്നോളം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ആദം മുതൽ ക്രിസ്തു വരെയുള്ള വംശാവലി ചരിത്രം ബൈബിളിൽ വ്യക്തതയോടെ നൽകിയിട്ടുള്ളത് നമുക്കറിയാം. എന്നാൽ മുഹമ്മദിനെ ഇസ്മായേലുമായി ബന്ധിപ്പിക്കുന്ന ഒരു രേഖയും ഇസ്ലാമിൻ്റെ കൈവശമില്ല. സ്വന്തം പിതാവായ അബ്ദുള്ളയുടെ പേര് മാത്രമേ മുഹമ്മദിന് അറിയുകയുള്ളൂ. ഈ അബ്ദുള്ളയ്ക്ക് ഇസ്മായേലുമായുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകളൊന്നും ഇല്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ നുണകൾ ആവർത്തിച്ചുകൊണ്ട് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇസ്ലാമിന് കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. അറേബ്യൻ മരുഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് ആരും ഇസ്മായേലിൻ്റെ പരമ്പരയുടെ ഭാഗമാകില്ല. കാരണം ഇസ്മായേൽ ജീവിച്ചിരുന്ന കാലത്ത് അവനുമായി ബന്ധമില്ലാത്ത അനേകം അറബികൾ ആ നാട്ടിൽ ജീവിച്ചിരുന്നു. ഇസ്മായേല്യർ അറബികളായിരുന്നുവെന്നും മിദിയാൻകാർ എന്നുകൂടി അവർ വിളിക്കപ്പെട്ടിരുന്നുവെന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിൻ്റെ പുത്രനായ യോസഫിനെ അവൻ്റെ സഹോദരന്മാർ വിറ്റത് ഈജിപ്തിലേക്ക് കച്ചവടത്തിന് പോയ അറബികൾക്കായിരുന്നു. ഇസ്മായേല്യരായ അറബികൾ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മായേല്യരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധപ്പശയും പരിമളദ്രവ്യങ്ങളും കുന്തുരുക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യഹൂദ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്കെന്തു പ്രയോജനമാണ് ഉണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായേല്യർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറേ മിദ്യാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. യോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്നും പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായേല്യർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. സൃഷ്ടിയുടെ പുസ്തകം 37-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യഹൂദരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കേട്ടറിഞ്ഞതു മാത്രമാണ് മുഹമ്മദിന് അബ്രാഹത്തെ സംബന്ധിച്ചുള്ള അറിവ്. അബ്രാഹവുമായി തന്നെയും തൻ്റെ മതത്തെയും ചേർത്ത് വെച്ചാൽ താൻ അവതരിപ്പിക്കുന്ന ദൈവസങ്കല്പത്തിന് സ്വീകാര്യതയുണ്ടാക്കാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മനസ്സിലാക്കി. കാരണം അക്കാലത്ത് ഏറ്റവും അധികം സ്വീകാര്യതയുള്ള മതം ക്രിസ്തുമതമായിരുന്നു. ക്രിസ്തുമതമാകട്ടെ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നൽകുന്ന രക്ഷയാണ് പ്രഘോഷിക്കുന്നത്. യഹൂദരും ക്രിസ്ത്യാനികളും ആരാധിക്കുന്ന ദൈവം തന്നെയാണ് തൻ്റെ ദൈവമായ അല്ലാഹുവെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ മുഹമ്മദ് ശ്രമിക്കുകയും ഇസ്ലാം മതക്കാർ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ കൗശലം ഇതാണ്.
എന്നാൽ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം വെളിപ്പെടുത്തിയ അവിടുത്തെ ശാശ്വതമായ പേര് തൻ്റെ ദൈവത്തിന് നൽകാനുള്ള ധൈര്യം മുഹമ്മദിനില്ലായിരുന്നു. കാരണം ആ പേര് ഉച്ചരിക്കാൻ പോലും സാത്താന് ഭയമാണ്. യാഹുവേ എന്നോ യേശുവ എന്നോ ഉള്ള പേര് ദുരുപയോഗിക്കുന്ന ഏതൊരു സമൂഹത്തിൻ്റെയും ആയുസ് 3.5 വർഷം മാത്രമായിരിക്കും. ഇക്കാര്യം നന്നായി അറിയുന്നവനാണ് സാത്താൻ. ദൈവത്തിൻ്റെ പേര് ദുരുപയോഗിക്കുന്നതും 3.5 വർഷവും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്നതിലേക്ക് മനോവ ഇപ്പോൾ കടക്കുന്നില്ല. ഇസ്മായിലിൻ്റെ സന്തതി പരമ്പരയുടെ ഭാഗമാണ് മുഹമ്മദ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു രേഖയും ഇല്ലെന്ന യാഥാർത്ഥ്യമാണ് ഇതുവരെ നാം മനസ്സിലാക്കിയത്. ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് കാനാൻ ദേശത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്നാണ്. കാനാൻ ദേശത്ത് അബ്രാഹം ഒരു പരദേശിയായ കുടിയേറ്റക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഫിലിസ്ത്യരും കാനാൻ ദേശത്തെ കുടിയേറ്റക്കാരാണ്. ഈ കുടിയേറ്റ ചരിത്രം വ്യക്തതയോടെ മനസ്സിലാകണമെങ്കിൽ അല്പം കൂടി പിന്നോട്ട് സഞ്ചരിക്കണം. അതായത് നോഹിൻ്റെ കാലത്തെ ജലപ്രളയാനന്തരം ജനതകൾ ഉത്ഭവിച്ച ചരിത്രം കൂടി പഠന വിധേയമാക്കേണ്ടതുണ്ട്. സൃഷ്ടിയുടെ പുസ്തകം 10-ാം അധ്യായത്തിലാണ് ജനതകളുടെ ഉത്ഭവ ചരിത്രം വിവരിച്ചിരിക്കുന്നത്. അത് സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നവർക്ക് സകല ജനതകളുടെയും ഉത്ഭവ ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കാനാൻ ദേശത്തിൻ്റെയും ഫിലിസ്ത്യരുടെയും ഇസ്രായേലിൻ്റെയും ഉത്ഭവ ചരിത്രം മാത്രമാണ്. നോഹിൻ്റെ 3 പുത്രന്മാരിൽ നിന്നാണ് ഇന്ന് ഈ ഭൂമുഖത്ത് വസിക്കുന്ന എല്ലാ ജനതകളും ഉത്ഭവിച്ചത്. ഷേം, ഹാം, യാഫെത്ത് എന്നിവരാണ് യഥാക്രമം ആ 3 പേർ. നോഹിൻ്റെ മൂത്ത പുത്രനായ ഷേമിന് 5 പുത്രന്മാർ ജനിച്ചു. ഷേമിൻ്റെ 8-ാമത്തെ തലമുറയിലാണ് അബ്രാഹത്തിൻ്റെ പിതാവായ തേരാഹ് ജനിച്ചത്. തേരാഹും പുത്രന്മാരും ജീവിച്ചിരുന്നത് കൽദായരുടെ ഊറിൽ ആയിരുന്നു. അവിടെ നിന്ന് തേരാഹ് തൻ്റെ പുത്രനായ അബ്രാമിനെയും അബ്രാമിൻ്റെ ഭാര്യ സാറായിയെയും അബ്രാമിൻ്റെ സഹോദരപുത്രൻ ലോത്തിനെയും കൂട്ടി കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടുവെങ്കിലും അവർ കാനാൻ ദേശത്ത് പ്രവേശിക്കാതെ ഹാരാനിൽ വാസമുറപ്പിച്ചു. ഹാരാനിൽ 25 വർഷം ജീവിച്ചതിന് ശേഷമാണ് അബ്രാമിൻ്റെ പിതാവായ തേരാഹ് മരണമടഞ്ഞത്. പിന്നീട് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം അബ്രാം ഹാരാനിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ അബ്രാമിൻ്റെ പ്രായം 75 വയസ്സായിരുന്നു. അങ്ങനെയെങ്കിൽ കൽദായ ദേശത്തു നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് ഏകദേശം 50 വയസ്സ് പ്രായമുണ്ടായിരുന്നിരിക്കണം. ഹാരാനിൽ വസിച്ച കാലത്ത് അബ്രാം വലിയ സമ്പത്ത് നേടിയതായി ബൈബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം കാനാൻ ദേശത്തേക്ക് പുറപ്പെടുമ്പോൾ അബ്രാം വലിയ സമ്പന്നനായിരുന്നു. വെറും കൈയോടെ ആയിരുന്നില്ല അബ്രാം കാനാനിൽ എത്തിയത്. ഹാരാനിൽ നിന്നും നേടിയ സകല സമ്പത്തും ആളുകളും അബ്രാമിനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനേക്കാളെല്ലാം അപ്പുറം ദൈവമായ യാഹുവെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് അബ്രാമിൻ്റെ എല്ലാ വിജയങ്ങൾക്കും അഭിവൃദ്ധിക്കും ആധാരം. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. യാഹുവെ അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. യാഹുവെ കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവൻ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ
മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. യാഹുവെ അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട യാഹുവേക്ക് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് യാഹുവയുടെ പേര് വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗബിന് നേരെ യാത്ര തുടർന്നു. സൃഷ്ടിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ദൈവം കാണിച്ചു കൊടുത്ത നാട്ടിലേക്ക് പോകാൻ അബ്രാം തയ്യാറായപ്പോൾ ആ നാട് മാത്രമല്ല, ആ നാടിൻ്റെ ഭാഷയും ദൈവം അബ്രാമിന് സ്വന്തമായി കൊടുത്തു. അബ്രാമിൻ്റെ പിതാക്കന്മാർ സംസാരിച്ചിരുന്ന ഭാഷ അരമായ ഭാഷയായിരുന്നുവെങ്കിൽ കാനാന്യ ഭാഷയായ ഹെബ്രായ ഭാഷ അബ്രാഹത്തിനും സന്തതി പരമ്പരയ്ക്കും സ്വന്തമായി ലഭിച്ചു. കൽദായ ദേശം എന്നറിയപ്പെടുന്ന ബാബിലോണിലെ അനേകം ഗോത്രഭാഷകളിൽ ഒന്നായിരുന്നു അരമായ ഭാഷ. അബ്രാഹത്തിൻ്റെ പിതാക്കന്മാർ അരമായ ഭാഷയാണ് സംസാരിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്ന പല തെളിവുകൾ ബൈബിളിലുണ്ട്. ഇസഹാക്കിന് ഭാര്യയെ തിരഞ്ഞെടുത്തത് അബ്രാഹത്തിൻ്റെ പിതൃഭവനത്തിൽ നിന്നായിരുന്നുവെന്ന് നമുക്കറിയാം. ഇസഹാക്കിൻ്റെ ഭാര്യയായ റെബേക്കായുടെ പിതാവിനെയും സഹോദരനെയും അരമായർ എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഹെബ്രായ ഭാഷയ്ക്ക് അരമായ ഭാഷ എന്നുകൂടി വിശേഷണമുണ്ട്. കാനാൻ ദേശത്തിൻ്റെ യഥാർത്ഥ അവകാശികളെ തിരിച്ചറിയാനുള്ള ഒരടയാളമായും ഹെബ്രായ ഭാഷയെ പരിഗണിക്കാം. ഇന്ന് ഹെബ്രായ ഭാഷ സംസാരിക്കുന്ന ഏക സമൂഹം ഏതാണെന്ന് ശ്രദ്ധിച്ചാൽ അബ്രാഹത്തിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാർ ആരാണെന്നും ഇസ്രായേൽ എന്ന കാനാൻ ദേശത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്നും മനസ്സിലാകും. ഹെബ്രായ ഭാഷയിൽ മാത്രമേ ദൈവമായ യാഹുവെ അവിടുത്തെ ജനത്തിന് സന്ദേശം നൽകിയിട്ടുള്ളൂ. നിയമവും പ്രവചനങ്ങളും നൽകപ്പെട്ടിരിക്കുന്നത് ഹെബ്രായ ഭാഷയിൽ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ദൈവം അവിടുത്തെ സന്ദേശം അറിയിക്കാൻ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും ഹെബ്രായരെ മാത്രമേ അവിടുന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. കാനാൻ ദേശവും ഫിലിസ്ത്യരും. ഇനി നമുക്ക് കാനാൻ ദേശത്തിൻ്റെയും ഫിലിസ്ത്യരുടെയും ചരിത്രം ഹ്രസ്വമായി മനസ്സിലാക്കിയതിന് ശേഷം അബ്രാമിലേക്ക് മടങ്ങി വരാം. നോഹിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ ഹാമിന് കുഷ്, മിസ്രായിം, ഫുത്ത്, കാനാൻ എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായിരുന്നു. ഈജിപ്തിൻ്റെ മറ്റൊരു പേരാണ് മിസ്രായിം എന്നത്. കാനാൻ ദേശത്തെ പുരാതനവാസികൾ കാനാൻ്റെ സന്തതികളാണ്. അതായത് ഹാമിൻ്റെ 4 പുത്രന്മാരിൽ ഒരുവനായ മിസ്രായിമിൽ നിന്ന് ഈജിപ്ഷ്യൻ വംശജരും മറ്റൊരു പുത്രനായ കാനാനിൽ നിന്ന് കാനാന്യരും ഉത്ഭവിച്ചു. മിസ്രായിമിന് പുത്രന്മാർ 7 അവരിൽ ഒരുവനായ കസ്ലുഹീമിൽ നിന്നാണ് ഫിലിസ്ത്യരുടെ ഉത്ഭവം. അതായത് ഈജിപ്ഷ്യൻ വംശജർ തന്നെയാണ് ഫിലിസ്ത്യരുടെ പിതൃവംശം. കാനാൻ ദേശത്തിൻ്റെ മേൽ ഫിലിസ്ത്യർക്ക് പൈതൃകാവകാശം ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കും. യെബൂസ്യർ, അമ്മോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, ആർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളാണ് കാനാൻ ദേശത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ. ഫിലിസ്ത്യരാകട്ടെ കാനാൻ ദേശത്തോട് ചേർന്നുള്ള ഈജിപ്തിലാണ് വസിച്ചിരുന്നത്. ഈജിപ്തിൽ ജീവിച്ചുകൊണ്ട് കാനാന്യരെ ആക്രമിക്കുന്ന രീതി എക്കാലത്തും ഫിലിസ്ത്യർ തുടർന്നു പോന്നു. BC 1200 BC 1085 ഇടയിൽ ഈജിപ്തിൽ നിന്ന് ഫിലിസ്ത്യർ തുരത്തപ്പെട്ടു. ഈജിപ്തിൽ നിന്നും തുരത്തപ്പെട്ട ഫിലിസ്ത്യർ കാനാൻ ദേശം കൈയടക്കിയത് BC 1200 BC 950 ഇടയിലുള്ള കാലത്താണ്. ദാവീദിൻ്റെ ഭരണകാലം വരെ അവർ പ്രബലരായിരുന്നു. ഈജിപ്തിൽ നിന്ന് തുരത്തപ്പെടുന്നതിന് മുൻപോ തുരത്തപ്പെട്ടതിന് ശേഷമോ
ഒരിക്കൽ പോലും ഫിലിസ്ത്യർക്ക് രാജ്യമോ സ്വന്തമായൊരു ദേശമോ ഉണ്ടായിട്ടില്ല. ഈജിപ്തിൽ അവർ ആ ദേശത്തിൻ്റെ ഭാഗവും കാനാൻ ദേശമായ ഇസ്രായേലിൽ അവർ അഭയാർത്ഥികളുമായിരുന്നു. ഇസ്രായേലിൽ അഭയാർത്ഥികളായ ഫിലിസ്ത്യർ എക്കാലത്തും ഇസ്രായേലിയർക്കെതിരെ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ കാലത്തും രാജാക്കന്മാരുടെ കാലത്തും മാത്രമല്ല, ഇന്നും ആ ദുരന്തം ഇസ്രായേലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ന്യായാധിപന്മാരായിരുന്ന ഗിദയോനും സാംസണും ഫിലിസ്ത്യരുടെ ഉപദ്രവങ്ങൾക്ക് അറുതി വരുത്തിയിട്ടുണ്ട്. അതുപോലെ ദാവീദും ശലോമോനും ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഫിലിസ്ത്യർ തലയുയർത്തിയിട്ടില്ല. രാജ്യമില്ലാത്ത ഒരു ഭീകര സംഘടന എന്ന നിലയിലാണ് ഫിലിസ്ത്യർ എക്കാലത്തും നിലകൊണ്ടിരുന്നത്. അവരിൽപ്പെട്ട ഒരു ഭീകരനായ ഗോലിയാത്തിനെയാണ് ദാവീദ് വധിച്ചത്. എന്നാൽ ഇന്ന് ഇസ്രായേലിനെ വേട്ടയാടുന്നത് പഴയ ഫിലിസ്ത്യരല്ല എന്നതാണ് യാഥാർത്ഥ്യം. പഴയ ഫിലിസ്ത്യർ ഒന്നൊഴിയാതെ ക്രിസ്തുമതം സ്വീകരിച്ച് ആധുനിക ഇസ്രായേലിൻ്റെ ഭാഗമാകുകയും പഴയ ഫിലിസ്ത്യരുടെ പിന്മുറക്കാരെന്ന നാട്യത്തിൽ അറബികൾ കടന്നുകൂടുകയും ചെയ്തു എന്നതാണ് യഥാർത്ഥ സത്യം. അതായത് പലസ്തീനികൾ എന്നറിയപ്പെടുന്ന അറബികളുടെ പൂർവികർ ഫിലിസ്ത്യരല്ല, അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് തുർക്കികൾ ഇറക്കുമതി ചെയ്ത കാട്ടറബികൾ ആണ്. അബ്രാഹത്തിൻ്റെ കാലത്തും കാനാന്റെ സമീപ പ്രദേശത്ത് ഫിലിസ്ത്യർ ജീവിച്ചിരുന്നു. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. അബ്രാഹം ഫിലിസ്ത്യരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു. സൃഷ്ടിയുടെ പുസ്തകം 21 അധ്യായം 34 വാക്യം. കാനാൻ ദേശത്ത് അബ്രാഹം ഒരു പരദേശിയായിട്ടാണ് പാർത്തിരുന്നതെന്ന് നമുക്കറിയാം. BC 2000 ആണ് അബ്രാഹം കാനാൻ ദേശത്ത് പ്രവേശിച്ചത്. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പ് കാനാൻ ദേശത്ത് അബ്രാഹം ജീവിതം ആരംഭിച്ചു. അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അവരുടെ ഭാര്യമാരെയും സംസ്കരിച്ചതും ആ മണ്ണിൽ തന്നെയാണ്. കൽദായ ദേശത്തു നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഹാരാനിലും ഫിലിസ്ത്യരുടെ ദേശത്തും കാനാനിലുമെല്ലാം പരദേശിയായി പാർത്തുവെങ്കിലും ദൈവം അബ്രാഹത്തെ വലിയ സമ്പന്നനാക്കി ഉയർത്തി. അബ്രാഹം പരദേശിയായി പാർത്ത ദേശങ്ങളെല്ലാം അബ്രാഹത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രാഹത്തെ വിളിച്ചപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹമായിരുന്നു അത്. കാനാൻ ദേശത്ത് വച്ച് അബ്രാഹവുമായി യാഹ്വേ ചെയ്ത ഉടമ്പടി ശ്രദ്ധിക്കുക. അന്ന് യാഹ്വേ അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടസ് വരെയുള്ള സ്ഥലങ്ങൾ കേന്യർ, കെനീസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരീസ്യർ, റഫായിം, അമ്മോര്യർ, കാനാന്യർ, ഗിർഗാഷ്യർ, യബൂസ്യർ എന്നിവരുടെ പ്രദേശമൊക്കെയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. സൃഷ്ടിയുടെ പുസ്തകം 15 അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇതാണ് പിന്നീട് ദാവീദും ശലോമോനും ഭരിച്ച ഇസ്രായേൽ രാജ്യം. സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വേ പ്രഖ്യാപിച്ച ഇസ്രായേൽ രാജ്യം ഇതാണ്. എന്നാൽ 1948 ഐക്യരാഷ്ട്രസഭ നൽകിയത് യഥാർത്ഥ ഇസ്രായേൽ രാജ്യത്തെ 9 ഭാഗിച്ചതിൽ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും 1948 മുൻപത്തെ ചരിത്രത്തെ സൗകര്യപൂർവ്വം തമസ്കരിക്കുന്നത്. അബ്രാഹവുമായി ദൈവം ചെയ്ത മറ്റൊരു ഉടമ്പടി ശ്രദ്ധിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറകളായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും
നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. സൃഷ്ടിയുടെ പുസ്തകം 17-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അബ്രാഹവുമായി ദൈവം സ്ഥാപിച്ച ഉടമ്പടിയാണിത്. ഈ ഉടമ്പടി പുതുക്കുന്നതിനെക്കുറിച്ചും യാഹ്വേ ഇവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. നിനക്ക് ശേഷം നിന്റെ സന്തതികളുമായും തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുമെന്ന് യാഹ്വേ അരുളി ചെയ്തതിൻ്റെ പൊരുൾ ഇതാണ്. അബ്രാഹത്തിൻ്റെ സന്തതികളിൽ ആരുമായാണോ ഈ ഉടമ്പടി പിന്നീട് സ്ഥാപിക്കപ്പെട്ടത് അവരാണ് കാനാൻ ദേശത്തിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികൾ. യാഹ്വേയുടെ വചനം ശ്രദ്ധിക്കുക. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. സൃഷ്ടിയുടെ പുസ്തകം 17-ാം അധ്യായം 21-ാം വാക്യം. ഇസ്മായേലുമായോ അവൻ്റെ സന്തതികളിൽ ആരെങ്കിലുമായോ ഇങ്ങനെയൊരു ഉടമ്പടി സ്ഥാപിച്ചതായി ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അബ്രാഹവുമായി ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ഒരു കാര്യം കൂടി യാഹ്വേ വ്യക്തമാക്കിയിരുന്നു. അബ്രാഹത്തിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചാവകാശികളെ സംബന്ധിക്കുന്ന അടയാളമായിരുന്നു അത്. അടയാളം ഇതാണ്. അപ്പോൾ യാഹ്വേ അരുളി ചെയ്തു, നീ ഇത് അറിഞ്ഞുകൊള്ളുക. നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 വർഷം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കളോട് ചേരും. വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. സൃഷ്ടിയുടെ പുസ്തകം 15-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അബ്രാഹത്തിൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിൻ്റെ പുത്രൻ യാക്കോബാണ് ഈജിപ്തിലേക്ക് പ്രവാസിയായി പോയതെന്നു നമുക്കറിയാം. യാക്കോബിൻ്റെ സന്തതികൾ 400 വർഷം ഈജിപ്തിൽ അടിമകളായിരുന്നുവെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അടയാളം ഇസ്മായേലിൻ്റെയോ അവൻ്റെ സന്തതി പരമ്പരയുടെയോ മേൽ അവകാശപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ശാരീരികമായി അബ്രാഹത്തിൻ്റെ സന്തതികളായതുകൊണ്ട് ആരും പിന്തുടർച്ചാവകാശികളാകുന്നില്ല. അബ്രാഹം തൻ്റെ സകല സമ്പത്തും ഇസഹാക്കിന് നൽകുകയും മറ്റു മക്കൾക്ക് സമ്മാനങ്ങൾ നൽകുകയുമാണ് ഉണ്ടായതെന്ന് ബൈബിളിൽ നാം വായിക്കുന്നു. ഈ വെളിപ്പെടുത്തൽ നോക്കുക. അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു. തൻ്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. സൃഷ്ടിയുടെ പുസ്തകം 25-ാം അധ്യായം 5-6 വാക്യങ്ങൾ. കാനാൻ ദേശത്ത് പരദേശിയായി പാർത്തപ്പോൾ അബ്രാഹം എന്തെങ്കിലും അനധികൃതമായി വെട്ടിപ്പിടിച്ചെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ആ നാട്ടിൽ നിന്ന് സമ്മാനങ്ങൾ പോലും അബ്രാഹം സ്വീകരിച്ചിട്ടില്ല. അബ്രാഹത്തിൻ്റെ അധ്വാനത്തിന് സമൃദ്ധി നൽകിക്കൊണ്ട് ദൈവമായ യാഹ്വേയാണ് അവനെ സമ്പന്നനാക്കിയത്. തന്നെ യുദ്ധത്തിൽ സഹായിച്ചതിൻ്റെ പ്രതിഫലമായി സോദോം രാജാവ് വാഗ്ദാനം ചെയ്ത സമ്പത്ത് പോലും അബ്രാഹം നിരസിച്ചു. അബ്രാഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞു, ഞാൻ യാഹ്വേയുടെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു, നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല. ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ. സൃഷ്ടിയുടെ പുസ്തകം 14-ാം അധ്യായം 22-23 വാക്യങ്ങൾ. അബ്രാഹം എങ്ങനെയാണ് സമ്പന്നനായതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം
ഈ വാക്കുകളിലുണ്ട്. വില കൊടുത്തു വാങ്ങുന്ന ഭൂമി സ്വന്തമാകുന്നതാണ് അക്കാലത്തെ രീതി. സ്വന്തം മണ്ണിനെ ഒരു രാജ്യമാക്കാനും സാധിക്കും. വില കൊടുത്തു വാങ്ങിയ ദ്വീപിനെ ഒരു രാജ്യമായി പ്രഖ്യാപിച്ച് രാജാവായി വാഴുന്നവർ ഇക്കാലത്തും ഈ ഭൂമിയിലുണ്ട് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. എന്നാൽ അബ്രാഹം ഭൂമി അവകാശമാക്കിയെങ്കിലും ഒരു രാജ്യം സ്ഥാപിച്ചിരുന്നില്ല. ഈ ഭൂമിയുടെ പിന്തുടർച്ചാവകാശിയായ യാക്കോബും അവൻ്റെ സന്തതികളും ഈജിപ്തിലേക്ക് പ്രവാസത്തിന് പോയി. ഏതു സാഹചര്യത്തിലാണ് യാക്കോബും സന്തതികളും ഈജിപ്തിലേക്ക് പോയതെന്ന് നമുക്കറിയാം. യാഹ്വേ മുൻകൂട്ടി അറിയിച്ചതുപോലെ അബ്രാഹത്തിൻ്റെ പിന്തുടർച്ചാവകാശികൾ ഈജിപ്തിൽ 400 വർഷം പീഡനങ്ങൾ സഹിക്കുകയും അതിനുശേഷം വലിയ സമ്പത്തുമായി പുറത്തു വരികയും ചെയ്തു. യാക്കോബിൻ്റെ സന്തതികളായ ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞതിനു ശേഷമാണ് പിതാക്കന്മാരുടെ ദേശമായ കാനാൻ ദേശത്ത് മടങ്ങിയെത്തിയത്. പുറപ്പാട് ചരിത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ചരിത്രമാണ്. BC 1200 ആണ് യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് തിരികെ പ്രവേശിച്ചത്. അബ്രാഹം ആദ്യമായി കാനാൻ ദേശത്ത് പ്രവേശിച്ചത് BC 2000-നും BC 1850-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. അന്ന് അബ്രാഹത്തിൻ്റെ പ്രായം 75 വയസ്സായിരുന്നു. അബ്രാഹത്തിന് 100 വയസ്സായപ്പോൾ ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിന് 60 വയസ്സായപ്പോഴാണ് ഏസാവും യാക്കോബും ജനിച്ചത്. 180 വയസ്സുവരെ ഇസഹാക്ക് ജീവിച്ചു. അപ്പോൾ യാക്കോബിൻ്റെ പ്രായം 120 വയസ്സായിരുന്നു. 10 വർഷത്തിനു ശേഷം 130 വയസ്സായപ്പോൾ യാക്കോബ് ഈജിപ്തിലെത്തി. തുടർന്ന് 17 വർഷം കൂടി യാക്കോബ് ഈജിപ്തിൽ ജീവിക്കുകയും 147 വയസ്സായപ്പോൾ മരിക്കുകയും ചെയ്തു. അതായത് അബ്രാഹം കാനാൻ ദേശത്ത് പ്രവേശിച്ചതിൻ്റെ 215-ാം വർഷം യാക്കോബ് ഈജിപ്തിലേക്ക് പ്രവാസത്തിനായി പോയി. അതിനുശേഷം 430 വർഷം യാക്കോബിൻ്റെ മക്കളായ ഇസ്രായേൽക്കാർ ഈജിപ്തിലാണ് ജീവിച്ചത്. അതിൽ 400 വർഷം അവർ അവിടെ അടിമത്തം അനുഭവിച്ചു. യാഹ്വേയുടെ ജനസമൂഹം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് 430 വർഷത്തെ പ്രവാസം പൂർത്തിയായ ദിവസമാണ്. പിന്നീടുള്ള 40 വർഷം അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം കാനാൻ ദേശത്ത് പ്രവേശിച്ചു. അതായത് അബ്രാഹം കാനാൻ ദേശത്ത് പ്രവേശിച്ചതിൻ്റെ 700-ാം വാർഷികത്തിലാണ് ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് തിരികെ എത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ഈ കാലഘട്ടം 695 വർഷമായിരുന്നു. കാനാൻ ദേശം യാഹ്വേ വാഗ്ദാനം ചെയ്തത് അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും അവൻ്റെ സന്തതികൾക്കും മാത്രമാണ്. യോസഫിൻ്റെ വാക്കുകൾ നോക്കുക. യോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാറായി, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് അവിടുന്ന് നിങ്ങളെ കൊണ്ടുപോകും. സൃഷ്ടിയുടെ പുസ്തകം 50-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ച ദൈവത്തിൻ്റെ പേര് യാഹ്വേ എന്നാണെന്ന് നമുക്കറിയാം. ഈ പേരിൽ മാത്രമേ താൻ അനുസ്മരിക്കപ്പെടാൻ പാടുള്ളൂ എന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യാഹ്വേ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ പേര്. അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ പേരിൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. അബ്രാഹം തൻ്റെ ദൈവത്തെ യാഹ്വേ എന്ന് വിളിച്ചു. ഇസഹാക്കും യാക്കോബും തങ്ങളുടെ ദൈവത്തെ വിളിച്ചതും യാഹ്വേ എന്ന പേരിലാണ്. മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് മടങ്ങിപ്പോയ 35 ലക്ഷത്തിലേറെ വരുന്ന ഇസ്രായേൽ ജനം മുഴുവനും തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചത് യാഹ്വേ എന്ന പേരിലാണെന്നും ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. സത്യദൈവത്തെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടുത്തെ പേര്. അതിനാൽ തന്നെ മറ്റേതെങ്കിലും പേരിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കാനാൻ ദേശത്തിൻ്റെ മേൽ അവകാശമുന്നയിക്കാൻ കഴിയില്ല.
അതായത് ദാവീദും ശലോമോനും ഭരിച്ച ഇസ്രായേൽ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ഇസ്രായേൽ ജനം മാത്രമാണ്. ഇസ്രായേൽ രാജ്യം. കാനാൻ ദേശത്ത് പ്രവേശിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭൂമി വിഭജിച്ചു നൽകേണ്ടത് എങ്ങനെയായിരിക്കണമെന്ന് യാഹ്വേ മുൻകൂട്ടി നിർദ്ദേശിച്ചിരുന്നു. അവിടുന്ന് മുൻകൂട്ടി നിർദ്ദേശിച്ച പ്രകാരം ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭൂമി അവകാശമായി ലഭിച്ചു. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. യാഹ്വേ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ സ്ഥലം പങ്കിട്ടെടുത്തു. യോശുവയുടെ പുസ്തകം 14 അധ്യായം 15 വാക്യം. 12 ഗോത്രങ്ങൾക്കായി ലഭിച്ച മൊത്തം ഭൂമിയാണ് ഇസ്രായേൽ രാജ്യം. ഓരോ ഗോത്രത്തിനും നൽകേണ്ട അവകാശം എവിടെയായിരിക്കണമെന്ന് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം മോശ വഴി യോശുവയെ അറിയിച്ചു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ അതിരുകൾ നിശ്ചയിച്ചത് ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച ദൈവമാണ്. യാഹ്വേ വാഗ്ദാനം ചെയ്ത ദേശങ്ങളെല്ലാം ഇസ്രായേൽ ജനത്തിന് ലഭിക്കുകയും ചെയ്തു. ദൈവം മുൻകൂട്ടി അറിയിച്ച അതിർത്തിക്കപ്പുറം 1 ഇഞ്ച് ഭൂമി പോലും ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയില്ല. ഇസ്രായേൽ രാജ്യത്തിന് ദൈവം നിശ്ചയിച്ച അതിരുകൾ ഏതെല്ലാമാണെന്ന് നോക്കുക. യോശുവ വൃദ്ധനായപ്പോൾ യാഹ്വേ അവനോട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു. ഇനിയും വളരെയധികം സ്ഥലങ്ങൾ കൈവശപ്പെടുത്താനുണ്ട്. അവശേഷിക്കുന്ന സ്ഥലം ഇതാണ്: ഫിലിസ്ത്യരുടെയും ഗഷൂര്യരുടെയും ദേശങ്ങളും കാനാന്യർക്കുള്ളതെന്ന് കരുതപ്പെടുന്നതും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് എക്രോന്റെ അതിർത്തികൾ വരെയുള്ള സ്ഥലവും ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ, അഷ്ദോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ 5 പ്രദേശങ്ങളും തെക്ക് ആവിം ദേശവും കാനാൻ ദേശവും സീദോന്യരുടെ മൊറോറായും അമ്മോര്യരുടെ അതിർത്തിയായ അഫേക്ക് വരെയും ഗബാല്യരുടെ ദേശവും ഹെർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ഹാമാത്തിലേക്കുള്ള പ്രവേശനം വരെയും ലെബനോനും മിസ്രഹോത്ത് മായിമിനും ലെബനോനും ഇടയ്ക്കുള്ള സീദോന്യരുടെ മലമ്പ്രദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഇസ്രായേൽ ജനം മുന്നേറുന്നതനുസരിച്ച് ഞാൻ തന്നെ അവരെ അവിടെ നിന്ന് ഓടിക്കും. ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നീ ആ ദേശം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുക്കണം. ഈ ദേശം 9 ഗോത്രക്കാർക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി വിഭജിച്ചു കൊടുക്കുക. യോശുവയുടെ പുസ്തകം 13 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഇതുകൂടാതെ യോർദാന്റെ കിഴക്ക് ഭാഗത്തെ ഭൂപ്രദേശവും ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭാഗമാണ്. യോർദാൻ നദിയുടെ ഇരുകരയിലുമായാണ് ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായത്. അതായത് യോർദാന്റെ കിഴക്കുവശത്തും ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭൂമിയുണ്ടായിരുന്നു. ഗാദ്, റൂബൻ എന്നീ ഗോത്രങ്ങൾക്കും മനാസയുടെ അർദ്ധഗോത്രത്തിനും അവകാശമായി ലഭിച്ച ഭൂമി യോർദാന്റെ കിഴക്ക് ഭാഗത്തായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഖ്യാപുസ്തകത്തിൽ 32 അധ്യായത്തിലാണ്. മനാസയുടെ മറ്റൊരു അർദ്ധഗോത്രത്തിന് യോർദാന്റെ പടിഞ്ഞാറ് വശത്തും ഭൂമി ലഭിച്ചിരുന്നു. അതായത് യോർദാന്റെ ഇരുവശവും വ്യാപിച്ചു കിടക്കുന്നതാണ് യഥാർത്ഥ ഇസ്രായേൽ രാജ്യം. ഗലീലി തടാകം മുതൽ ചാവുകടൽ വരെ നീണ്ടുകിടക്കുന്ന യോർദാൻ നദിയുടെ ഇരുകരയിലുമുള്ള ഭൂപ്രദേശം പുരാതന ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭാഗമായി ദൈവം നിശ്ചയിച്ചു നൽകിയതാണ്. ഗലീലി തടാകത്തിൻ്റെ പഴയ പേര് കിന്നരത്ത് തടാകമെന്നും ചാവുകടലിൻ്റെ പേര് ഉപ്പുകടൽ എന്നുമായിരുന്നു. കാനാൻ ദേശത്തിൻ്റെ അതിരുകൾ ഏതൊക്കെയാണെന്ന് സംഖ്യാപുസ്തകത്തിൻ്റെ 34 അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്ന യോർദാൻ, ലെബനോൻ എന്നീ രാജ്യങ്ങൾ പണ്ട് ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1946 മെയ് 25 ഐക്യരാഷ്ട്രസഭയും ബ്രിട്ടനും ചേർന്ന് യോർദാനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുന്നതുവരെ അങ്ങനെ ഒരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടായിരുന്നില്ല. ലെബനോൻ എന്ന രാജ്യം
പിറവിയെടുത്തത് 1943 നവംബർ 22-നാണ്. എന്നാൽ പാലസ്തീൻ എന്നൊരു രാജ്യം ഇന്നോളം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യഥാർത്ഥ സത്യം. യാഥാർത്ഥ്യം ഇതായിരിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ചേർന്ന് ഇസ്രായേലിനെ കുടിയേറ്റക്കാരും പലസ്തീൻ അറബികളെ ജന്മികളുമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ അതിർത്തികളെ സംബന്ധിക്കുന്ന ആധികാരിക രേഖകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. എന്തെന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഭരിച്ചിരുന്ന ഗാസ എന്നാണ് അവിടെയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില പ്രഭുക്കന്മാർ ഗാസയുടെ മേൽ ഭരണം നടത്തിയിരുന്നുവെങ്കിലും അത് ഒരിക്കലും അവരുടെ സ്വന്തം നാടായിരുന്നില്ല. മാത്രവുമല്ല, യഹൂദ ഗോത്രത്തിന് അവകാശമായി ലഭിച്ച ഭൂപ്രദേശമായിരുന്നു ഗാസ എന്നതിന് വേറെയും ചരിത്ര രേഖകളുണ്ട്. യഹൂദ ഗോത്രത്തിന് ലഭിച്ച ഭൂമിയെ സംബന്ധിക്കുന്ന വിവരണത്തിനിടയിൽ ഇങ്ങനെ വായിക്കുന്നു: അഷ്ദോദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഗാസയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഈജിപ്ത് തോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 47-ാം വാക്യം. യഹൂദ ഗോത്രത്തിന് ലഭിച്ച പ്രദേശങ്ങളെ സംബന്ധിക്കുന്ന ലിഖിതങ്ങളിലാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യഹൂദ കൈവശപ്പെടുത്തി. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം. ഫിലിസ്ത്യർക്ക് ഒരു കാലത്തും രാജാവോ രാജ്യമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു വംശമായി ജീവിച്ചിരുന്ന ഫിലിസ്ത്യരെ നയിച്ചത് അവരുടെ ഇടയിലെ പ്രഭുക്കന്മാരായിരുന്നു. അതായത് ഈജിപ്തിൽ നിന്ന് തിരിച്ചെത്തിയ ഇസ്രായേൽക്കാർ രാജ്യം സ്ഥാപിച്ചപ്പോൾ രാജ്യത്തിനുള്ളിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഫിലിസ്ത്യർ ജീവിച്ചു. അത് ഇസ്രായേൽക്കാരുടെ ഔദാര്യമായി കണ്ടാൽ മതി. ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കിട്ടിയപ്പോൾ ചില പ്രദേശവാസികളെ തങ്ങളോടൊപ്പം ജീവിക്കാൻ അവർ അനുവദിച്ചിരുന്നു. ഈ വെളിപ്പെടുത്തൽ നോക്കുക. എന്നാൽ യഹൂദ ഗോത്രത്തിന് യെരുശലേം നിവാസികളായ യെബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും യെബൂസ്യർ അവരോടൊന്നിച്ച് യെരുശലേമിൽ വസിക്കുന്നു. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 63-ാം വാക്യം. ഫിലിസ്ത്യരെ പൂർണ്ണമായി പുറത്താക്കാതിരുന്നതിൻ്റെ തിക്തഫലം ഇസ്രായേൽ എക്കാലത്തും അനുഭവിച്ചിട്ടുണ്ട്. ഫിലിസ്ത്യർക്ക് രാജ്യമോ രാജാവോ ഉണ്ടായിരുന്നില്ലെങ്കിലും ഫിലിസ്ത്യർ കൂട്ടമായി ജീവിച്ചിരുന്ന ഗത്തിൽ രാജാവുണ്ടായിരുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൗൽ രാജാവിൻ്റെ കരങ്ങളാൽ വധിക്കപ്പെടാതിരിക്കേണ്ടതിന് ദാവീദ് ഒളിവിൽ പാർത്തത് ഗത്തിലായിരുന്നു. ഗത്തിലെ രാജാവായിരുന്ന മാവോക്കിൻ്റെ മകൻ അക്കീഷുമായി ദാവീദ് സൗഹൃദത്തിലായിരുന്നതിനാൽ അവൻ ദാവീദിന് സിക്ലോഗ് പ്രദേശം നൽകി. അങ്ങനെ ആ പ്രദേശം യഹൂദ രാജാക്കന്മാരുടെ അവകാശമായി. ബൈബിളിൽ അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അക്കീഷ് അന്നു തന്നെ സിക്ലാഗ് പ്രദേശം അവന് കൊടുത്തു. അതിനാൽ സിക്ലാഗ് ഇന്നും യഹൂദ രാജാക്കന്മാർക്കുള്ളതാണ്. 1 ശമൂവേൽ 27-ാം അധ്യായം 6-ാം വാക്യം. ഇസ്രായേലും യഹൂദരും. അബ്രാഹവും ഇസഹാക്കും യാക്കോബും ജീവിച്ചത് കാനാൻ ദേശത്തായിരുന്നുവെന്ന് നമുക്കറിയാം. അക്കാലത്തൊന്നും ഇസ്രായേൽ ജനം എന്നോ യഹൂദരെന്നോ അവർ വിളിക്കപ്പെട്ടിട്ടില്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാക്കോബിൻ്റെ മക്കൾ ഈജിപ്തിൽ പ്രവാസികളായിരുന്നപ്പോൾ ഹെബ്രായർ എന്നാണ് ഈജിപ്തുകാർ ഇവരെ വിളിച്ചിരുന്നത്. എന്നാൽ തങ്ങളെ തന്നെ ഇവർ വിശേഷിപ്പിച്ചിരുന്നത് ഇസ്രായേൽ മക്കൾ എന്നായിരുന്നു. ഈജിപ്തിലെ പ്രവാസകാലത്താണ് ഇസ്രായേൽ മക്കൾ ഒരു ജനതയായി രൂപപ്പെട്ടത്. ഇസ്രായേൽ ജനം, ഇസ്രായേൽ സമൂഹം, ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽക്കാർ എന്നൊക്കെ ഇവർ വിളിക്കപ്പെട്ടിരുന്നു. ന്യായാധിപന്മാരുടെ കാലത്തെല്ലാം ഇസ്രായേൽക്കാർ അറിയപ്പെട്ടിരുന്നത് ഇസ്രായേൽ ജനം എന്നാണ്. ന്യായാധിപന്മാർക്ക് ശേഷം ഇസ്രായേലിനെ നയിക്കാൻ ദൈവം ഒരു രാജാവിനെ അഭിഷേകം ചെയ്തു. അങ്ങനെ ശൗൽ ഇസ്രായേലിൻ്റെ പ്രഥമ രാജാവായി. ഇസ്രായേലിനെ നിരന്തരം ആക്രമിക്കുന്നതിൽ നിന്ന് ഫിലിസ്ത്യർ വിട്ടുനിന്നത്
ദാവീദിൻ്റെയും ശലോമോൻ്റെയും ഭരണകാലത്ത് മാത്രമായിരുന്നു. ദാവീദിൻ്റെ വാഴ്ചയുടെ തുടക്കകാലത്ത് ഒരു തവണ ഫിലിസ്ത്യർ യുദ്ധത്തിന് വന്നുവെങ്കിലും അവർ പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇസ്രായേലിൻ്റെ ആദ്യ രാജാവ് ശൗൽ ആയിരുന്നുവെന്ന് നാം കണ്ടു. ഇസ്രായേൽ ഒരു രാജ്യമായി അറിയപ്പെടാൻ തുടങ്ങിയത് ശൗൽ രാജാവായത് മുതൽക്കാണ്. അന്നുവരെയും ഇസ്രായേൽ ഒരു ജനത മാത്രമായിരുന്നു, രാജ്യമായിരുന്നില്ല. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലാണ് ഇസ്രായേൽ രാജ്യം എന്ന് ആദ്യമായി നാം വായിക്കുന്നത്. അതായത് ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായത് BC 1030 ആണ്. BC 1010 വരെയാണ് ശൗൽ ഭരണം നടത്തിയത്. തുടർന്ന് 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചത് ദാവീദായിരുന്നു. ദാവീദിന് ശേഷം 40 വർഷം ശലോമോൻ ഇസ്രായേലിനെ ഭരിച്ചു. അതിനുശേഷം രാജ്യം വിഭജിക്കപ്പെട്ടു. അതായത് ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെയും ചേർത്ത് വെച്ച് ഇസ്രായേൽ രാജ്യം നിലനിന്നത് 100 വർഷം മാത്രമാണ്. പിന്നീട് 10 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ രാജ്യവും 2 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന യഹൂദ രാജ്യവും ഉണ്ടായി. യഹൂദ, ബെന്യാമിൻ എന്നീ ഗോത്രങ്ങളാണ് യഹൂദ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നത്. യഹൂദർ എന്ന് വിളിക്കപ്പെടുന്നത് ഈ രാജ്യത്തെ പൗരന്മാരെയാണ്. യഹൂദ രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രം യെരുശലേം ആയിരുന്നുവെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രം ശമരിയ ആയിരുന്നു. യഹൂദ എന്നും ഇസ്രായേൽ എന്നും 2 രാജ്യങ്ങളുണ്ടായത് BC 931 ആണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്തെന്നാൽ 3033 വർഷം മുൻപാണ് ഇസ്രായേൽ രാജ്യം സ്ഥാപിതമായത്. 12 ഗോത്രങ്ങൾ അടങ്ങുന്ന യഥാർത്ഥ ഇസ്രായേൽ രാജ്യം നിലനിന്നത് 100 വർഷമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കാലത്തും യഹൂദായിൽ രാജാവുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദ രാജാക്കന്മാർക്ക് അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. തിരുവിതാംകൂർ രാജാവിനും പന്തളം രാജാവിനും ഇന്ന് കേരളത്തിൽ എന്ത് അധികാരമാണോ ഉള്ളത് അത്രയും അധികാരങ്ങളാണ് യഹൂദായിലെ രാജാക്കന്മാർക്ക് അക്കാലത്തുണ്ടായിരുന്നത്. എന്നാൽ അക്കാലത്ത് ശമരിയ ആസ്ഥാനമായ ഇസ്രായേൽ എന്ന രാജ്യത്തിന് രാജാവ് ഉണ്ടായിരുന്നില്ല. BC 587 മുതൽ BC 333 വരെ ഇസ്രായേൽക്കാർ പ്രവാസികളായിരുന്നു. BC 333 മുതൽ BC 63 വരെ ഇസ്രായേലിനെയും യഹൂദായെയും അടക്കി ഭരിച്ചത് ഗ്രീക്കുകാരാണ്. തുടർന്ന് BC 63 മുതൽ ഇസ്രായേൽക്കാരും യഹൂദരും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. AD 134 യഹൂദർ അടിമകളായി വിൽക്കപ്പെടുകയും യെരുശലേമിൽ സിയൂസിൻ്റെ ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഗ്രീക്കുകാരുടെ ആരാധനാ മൂർത്തിയായ സൂര്യന് അവർ നൽകിയിരിക്കുന്ന പേരാണ് സിയൂസ്. കാട്ടറബികൾ എങ്ങനെ പലസ്തീനികളായി? AD 70 ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്ന് യഹൂദർ കുടിയിറക്കപ്പെട്ടതിന് ശേഷം നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ ഭൂപ്രദേശം തരിശു ഭൂമിയായി മാറി. AD 134 അവശേഷിച്ച യഹൂദരെ റോമാക്കാർ അടിമകളായി വിറ്റു. യെരുശലേം ഒരു റോമൻ കോളനിയാക്കുകയും സിയൂസിൻ്റെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തുവെങ്കിലും കൃഷി ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് അനേകം സാമ്രാജ്യത്വങ്ങൾ ഈ മണ്ണ് കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോമൻ തുർക്കികൾ ഭൂപ്രദേശം തങ്ങളുടെ സാമ്രാജ്യത്തിന് കീഴിലാക്കിയപ്പോഴാണ് അറബികളെ അവിടെ കുടിയിരുത്തിയത്. അറേബ്യൻ മരുഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന കാട്ടറബികളെ ഇസ്രായേലിൽ കുടിയിരുത്തിയതിന് പിന്നിൽ തുർക്കികൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ മേലുള്ള അവകാശം ഇസ്ലാമിക സമൂഹത്തിനാണെന്ന് സ്ഥാപിച്ചെടുക്കലായിരുന്നു ആ ലക്ഷ്യം. മുഹമ്മദിൻ്റെ വ്യാജ സ്വപ്നത്തെ യാഥാർത്ഥ്യമാണെന്ന് വാദിക്കാൻ യെരുശലേമിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കുകയും അവിടെ ഇസ്ലാമിൻ്റേതായ ഒരു മന്ദിരം നിർമ്മിക്കുകയും വേണം. അതാണ് അൽ അക്സ മന്ദിരം. ഈ മന്ദിരം നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ അവിടെ ഇസ്ലാമിക സമൂഹം അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് അറേബ്യൻ മരുഭൂമിയിൽ കൊള്ളയും പിടിച്ചുപറിയുമായി വിഹരിച്ചിരുന്ന കാട്ടറബികൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഇസ്രായേലിൻ്റെ മണ്ണിൽ നിലനിർത്തുന്നത്. യഹൂദർ എന്നെങ്കിലും
ഇസ്രായേലിലേക്ക് മടങ്ങി വരുമെന്ന് മുസ്ലിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. കാരണം ബൈബിളിലെ പ്രവചനങ്ങളിൽ വിശ്വസിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇസ്ലാം മതത്തിൽ തുടരുകയില്ലല്ലോ. എന്നാൽ ഇസ്ലാമിൻ്റെ വ്യർത്ഥ സ്വപ്നങ്ങൾക്ക് മേൽ ബൈബിളിലെ പ്രവചനങ്ങൾ നിറവേറിയപ്പോൾ യഹൂദർ ഇസ്രായേലിൽ മടങ്ങിയെത്തുകയും ഇസ്ലാമിന് ജോലിഭാരം വർദ്ധിക്കുകയും ചെയ്തു. എന്തെന്നാൽ ഇപ്പോൾ അറബികളെ ഇസ്രായേലിൽ നിലനിർത്തുന്നത് അൽ അക്സ മന്ദിരം സംരക്ഷിക്കാൻ മാത്രമല്ല, യഹൂദരെ ചൊറിയാനും കൂടിയാണ്. അതിനായി ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾ 5 നൂറ്റാണ്ടിലേറെയായി പലസ്തീനികൾ എന്നറിയപ്പെടുന്ന കാട്ടറബികളെ ഇന്നും തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നു. 1948 ശേഷം ഇവറ്റകളെ തീറ്റിപ്പോറ്റാനുള്ള ഉത്തരവാദിത്തം ഐക്യരാഷ്ട്രസഭ കൂടി ഏറ്റെടുത്തു. ഇന്ന് ഇവറ്റകളെ അവിടെ നിലനിർത്തുന്നതിനായി നാം ഓരോരുത്തരും പണം ചെലവഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ലോകം മുഴുവനും ഒരുമിച്ച് സഹായിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ജനം ഇന്നും ഗതി പിടിക്കാതെ തുടരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നോളം അവർക്ക് വേണ്ടി ചെലവഴിച്ച പണമുണ്ടെങ്കിൽ പലസ്തീൻ എന്ന ഭൂപ്രദേശത്തെ ടോക്കിയോ നഗരം പോലെയാക്കി ചുറ്റിലും സ്വർണം കൊണ്ട് കോട്ട പണിയാമായിരുന്നു. സ്വന്തം രാജ്യങ്ങളിൽ പട്ടിണി മൂലം കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴാണ് പല രാജ്യങ്ങളും പലസ്തീനിലേക്ക് സഹായം നൽകുന്നതെന്ന് നാം മറക്കരുത്. യാതൊരു ഉളുപ്പുമില്ലാതെ ലോകത്തിനു മുൻപിൽ കൈനീട്ടുന്ന പലസ്തീനിലെ അറബികൾ അതൊന്നും ചിന്തിക്കുന്നില്ല. വെള്ളവും വൈദ്യുതിയുമടക്കം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവർക്ക് നൽകുന്നത് ഇസ്രായേലാണെന്ന യാഥാർത്ഥ്യവും നാം അറിഞ്ഞിരിക്കണം. ഇസ്രായേൽ രാജ്യവും ബ്രിട്ടന്റെ കൊടുംചതിയും. 1-ാം ലോകമഹായുദ്ധത്തിൽ തുർക്കികളിൽ നിന്നും ഇസ്രായേലിൻ്റെ ഭൂപ്രദേശം ബ്രിട്ടൻ പിടിച്ചെടുത്തു. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്തും ഈ ഭൂപ്രദേശം ബ്രിട്ടന്റെ അധീനതയിൽ തന്നെയായിരുന്നു. 2-ാം ലോകമഹായുദ്ധത്തിൽ തങ്ങളോടൊപ്പം നിന്നാൽ ഈ ഭൂമി യഹൂദർക്ക് നൽകാമെന്ന് ബ്രിട്ടൻ വാഗ്ദാനം ചെയ്തു. ഈ വാഗ്ദാനം യഹൂദർ വിശ്വസിച്ചു. അമേരിക്കയും ബ്രിട്ടനും റഷ്യയും ചൈനയും ഫ്രാൻസും അടങ്ങുന്ന സഖ്യകക്ഷികൾക്കൊപ്പം യഹൂദരും യുദ്ധത്തിൽ പങ്കുചേർന്നു. അന്ന് യഹൂദർക്ക് ഒരു രാജ്യം ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല, ലോകത്താകമാനം ചിതറിക്കപ്പെട്ട അവസ്ഥയിലുമായിരുന്നു. സഖ്യകക്ഷികൾ യുദ്ധത്തിൽ വിജയിച്ചുവെങ്കിലും യഹൂദർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമി ബ്രിട്ടൻ അവർക്ക് നൽകിയില്ല. പകരം ഈ ഭൂമി 3ആയി ഭാഗിച്ച് 2 ഭാഗം യോർദാൻ എന്നൊരു രാജ്യമുണ്ടാക്കി അറബികൾക്ക് നൽകി. ഇസ്രായേലിൻ്റെ വിശാല ഗോത്രങ്ങളായ റൂബൻ, ഗാദ്, മനാസെ എന്നിവ ഇന്ന് യോർദാൻ എന്ന അറബി രാജ്യത്തിൻ്റെ ഭാഗമാണ്. കൂടാതെ മൊവാബ്യരുടെയും അമ്മോന്യരുടെയും ദേശങ്ങളും യോർദാന്റെ ഭാഗമാക്കപ്പെട്ടിരിക്കുന്നു. 1946 മുൻപ് ഇങ്ങനെയൊരു രാജ്യം ഈ ഭൂമുഖത്തുണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ശേഷിച്ച ഒരു ഭാഗത്തെ വീണ്ടും 3ആയി ഭാഗിക്കുകയും 2 ഭാഗം ഫലസ്തീനിലെ അറബികൾക്കും 1 ഭാഗം യഹൂദർക്കുമായി കൊടുത്തു. അതിനു മുൻപ് തന്നെ ഫ്രാൻസിന്റെ കൈവശമുണ്ടായിരുന്ന ഭൂമിയിൽ ലെബനോൻ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതായത് യഥാർത്ഥ ഇസ്രായേലിൻ്റെ 9ൽ 1 ഭാഗം പോലും യഹൂദർക്ക് ലഭിച്ചില്ല. ഈ ഭൂപ്രദേശത്തെയാണ് 1948 ഐക്യരാഷ്ട്രസഭ ഇസ്രായേൽ രാജ്യമായി പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി ദൈവം കൊടുത്ത ഭൂമി ഇന്ന് കൈവശം വച്ചിരിക്കുന്നത് യോർദാൻ, പലസ്തീൻ, ലെബനോൻ, സിറിയ, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ്. ഇതിൽ സിറിയ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് അക്കാലത്ത് രാജ്യങ്ങളായി ഉണ്ടായിരുന്നത്. ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് പോലെ ഭൂമി തട്ടിയെടുത്തത് യഥാർത്ഥത്തിൽ ഇസ്രായേലാണോ? അല്ല എന്ന് ചരിത്രം സത്യസന്ധമായി പഠിക്കുന്നവർക്ക് ബോധ്യമാകും. ബ്രിട്ടൻ വിട്ടുകൊടുക്കുകയും ഐക്യരാഷ്ട്രസഭ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന് മുൻപ് തന്നെ റഷ്യയിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള തിരിച്ചുവരവ് യഹൂദർ ആരംഭിച്ചിരുന്നു. അറബികൾ കൈവശം വച്ചിരുന്ന തരിശുഭൂമി 3 ഇരട്ടി വില നൽകി
യഹൂദർ വാങ്ങിക്കൂട്ടി. സയണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അത്. യഹൂദരെ തങ്ങളുടെ സ്വന്തം മണ്ണിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തിയോഡർ ഹെർസൽ രൂപം നൽകിയതാണ് ഈ പ്രസ്ഥാനം. തരിശു ഭൂമിക്ക് പൊന്നുവില കിട്ടിയപ്പോൾ അറബികൾ തങ്ങളുടെ ഭൂമി യഹൂദർക്ക് വിട്ടുകൊടുത്തു. സ്വന്തം മണ്ണിൽ നിന്ന് വെറും കൈയോടെ ആട്ടിപ്പായിക്കപ്പെട്ടവരുടെ മക്കൾ ആ മണ്ണ് വില കൊടുത്ത് തിരിച്ചു പിടിച്ചു. അതായത് ഇന്ന് നാം കാണുന്ന ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഓരോ ഇഞ്ച് ഭൂമിയും യഹൂദർ വില കൊടുത്തു വാങ്ങിയതാണ്. അബ്രാഹം വിലയ്ക്ക് വാങ്ങിയ ഭൂമിക്ക് അബ്രാഹത്തിൻ്റെ സന്തതികൾ വീണ്ടും വില നൽകി എന്നതാണ് യഥാർത്ഥ സത്യം. കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ അറബികളുടെ ഔദാര്യത്തിൽ അഭയാർത്ഥികളായി കടന്നുകൂടിയവരല്ല യഹൂദർ. ആവർത്തിച്ച് നുണ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ സത്യം അന്വേഷിച്ച് കണ്ടെത്താൻ നാം തയ്യാറാകണം. ചരിത്രം സത്യസന്ധമായി കുറിക്കപ്പെട്ടിരിക്കുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. അൽ അക്സ ക്ഷേത്രം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പള്ളിയാണ് അൽ അക്സ മന്ദിരമെന്ന് മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നു. ഈ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിനായി അൽ അക്സ മന്ദിരത്തെ സംബന്ധിച്ച് അനേകം വ്യാജ ചരിത്രങ്ങൾ ഇസ്ലാം മതക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഓട്ടോമൻ തുർക്കികൾ പണികഴിപ്പിച്ച മന്ദിരമാണ്. ഗ്രീക്കുകാർ തങ്ങളുടെ ആരാധനാമൂർത്തിയായ സിയൂസിൻ്റെ പേരിൽ നിർമ്മിച്ച സൂര്യക്ഷേത്രം തകർത്തതിന് ശേഷമാണ് മുസ്ലിങ്ങൾ തങ്ങളുടെ ദൈവമായ ചന്ദ്രൻ്റെ പേരിൽ ക്ഷേത്രം പണിതത്. സൂര്യക്ഷേത്രം തകർത്ത് ചന്ദ്രക്ഷേത്രം പണിതു എന്നതാണ് യഥാർത്ഥ സത്യം. ഹുബാൽ എന്ന ചന്ദ്രനെയാണ് ഇസ്ലാം മതക്കാർ അല്ലാഹു എന്ന് വിളിക്കുന്നത്. എന്നാൽ അബ്രാഹത്തിൻ്റെ ദൈവത്തെയാണ് തങ്ങൾ ആരാധിക്കുന്നതെന്നും അബ്രാഹത്തിൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് തങ്ങൾ ക്ഷേത്രം പണിതതെന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇസ്ലാം മതക്കാർ നടത്തുന്നത് വലിയ സാഹസങ്ങളാണ്. അതിനുവേണ്ടി വിചിത്രമായ ചരിത്രം പോലും സ്വന്തമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കെട്ടിച്ചമച്ച കഥയിൽ അൽ അക്സ ക്ഷേത്രത്തിന് ആദത്തിൻ്റെ കാലത്തോളം പഴക്കമുണ്ട്. ഏറ്റവും ആദ്യത്തെ മുസ്ലിമായ ആദം നബിയാണ് ഈ ക്ഷേത്രം ആദ്യമായി നിർമ്മിച്ചതെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ഇസ്ലാമിസ്റ്റുകൾ തട്ടിവിടുകയാണ്. അബ്രാഹത്തിൻ്റെ ദൈവത്തിന് ആദ്യമായി ബലിയർപ്പിച്ചത് ആദത്തിൻ്റെ മക്കളായ ആബേലും കായേനും ആയിരുന്നു. മാത്രവുമല്ല, അവർ എവിടെയും ആലയം നിർമ്മിച്ചല്ല ബലിയർപ്പിച്ചത്. പിന്നീട് യാഹ്വേയ്ക്ക് ബലിയർപ്പിച്ച വ്യക്തി നോഹാണ്. നോഹ് ബലിപീഠം നിർമ്മിച്ചത് യെരുശലേമിൽ നിന്നും വളരെയേറെ അകലെയുള്ള അറാറാത്തിൽ ആയിരുന്നു. അറാറാത്തും യെരുശലേമും തമ്മിലുള്ള അകലം എത്രയാണെന്ന് നമുക്കറിയാം. എന്നാൽ ആദം പണിത പള്ളി പിന്നീട് ഇബ്രാഹിം നബി പുതുക്കിപ്പണിതുവെന്നും തുടർന്ന് ദാവൂദ്, സുലൈമാൻ തുടങ്ങിയവർ പുനരുദ്ധാരണം നടത്തിയെന്നുമാണ് ഇസ്ലാമിക പ്രചരണം. അതിൻ്റെ ഒടുവിലത്തെ പുനരുദ്ധാരണമാണ് ഇന്ന് നാം കാണുന്ന ക്ഷേത്രമെന്നും മുസ്ലിങ്ങൾ തള്ളിമറിക്കുന്നു. യഥാർത്ഥത്തിൽ ആദ്യമായി യെരുശലേമിൽ ഒരു ദൈവാലയം നിർമ്മിച്ചത് ശലോമോനാണ്. ദൈവത്തിന് ഒരു ആലയം നിർമ്മിക്കണമെന്ന് ദാവീദ് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവന് അത് സാധിച്ചില്ല. പിതാവായ അബ്രാഹം ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് യെരുശലേമിൽ ആയിരുന്നില്ലെന്ന് നമുക്കറിയാം. ഈ തെളിവ് നോക്കുക. അബ്രാഹം ബെർഷബയിൽ ഒരു ഭാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ യാഹ്വേയുടെ പേരിൽ ആരാധന നടത്തുകയും ചെയ്തു. സൃഷ്ടിയുടെ പുസ്തകം 21 അധ്യായം 33 വാക്യം. ബേർഷെബ സ്ഥിതി ചെയ്യുന്നത് യെരുശലേമിന് സമീപത്തല്ല. മാത്രവുമല്ല, അബ്രാഹം ബലിപീഠം നിർമ്മിക്കുകയും ബലിയർപ്പണം നടത്തുകയും ചെയ്തത് ബേർഷെബയിൽ മാത്രമായിരുന്നില്ല. ബഥേലിലും അബ്രാഹം ബലിയർപ്പിച്ചിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്ന ചരിത്രം നോക്കുക. അബ്രാഹം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. യാഹ്വേ അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട യാഹ്വേയ്ക്ക് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. സൃഷ്ടിയുടെ പുസ്തകം 12 അധ്യായം
6-7 വാക്യങ്ങൾ. ഈ സ്ഥലവും യെരുശലേമിന് സമീപത്തല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അബ്രാഹവും ഇസഹാക്കും യാക്കോബുമെല്ലാം പല സ്ഥലങ്ങളിൽ ബലിയർപ്പണവും ആരാധനയും നടത്തിയിട്ടുണ്ട്. കാനാൻ ദേശത്ത് നിന്ന് യാക്കോബും സന്തതികളും ഈജിപ്തിലേക്ക് പോകുന്നതുവരെ എപ്പോഴൊക്കെ യാഹ്വേ പ്രത്യേകമായി ഇടപെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അവിടത്തേക്ക് വേണ്ടി സ്മാരകശില സ്ഥാപിക്കുകയും ബലിപീഠം നിർമ്മിച്ച് ആരാധന അർപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു പൂർവ്വപിതാക്കന്മാരുടെ രീതി. എന്നാൽ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഈ രീതി നിയമം മൂലം യാഹ്വേ വിലക്കി. മോശയിലൂടെ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു: തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ ദഹനബലി അർപ്പിക്കരുത്. നിങ്ങളുടെ ഗോത്രങ്ങളിലൊന്നിൽ നിന്നു യാഹ്വേ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദഹനബലി അർപ്പിക്കുകയും ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. നിയമഗ്രന്ഥം 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. 10-11 വാക്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യാഹ്വേ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് വാസമുറപ്പിക്കും. അപ്പോൾ തൻ്റെ പേര് സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ യാഹ്വേ ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും സമർപ്പണങ്ങളും യാഹ്വേക്ക് നേരുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും അവിടെ കൊണ്ടുവരണം. നിയമഗ്രന്ഥം 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഈ നിയമം അനുസരിച്ചുകൊണ്ടാണ് യാഹ്വേയുടെ പേരിൽ യെരുശലേമിൽ ശലോമോൻ ആലയം നിർമ്മിച്ചത്. ഇവിടെ ദൈവാലയം നിർമ്മിച്ചത് യാഹ്വേയുടെ പേരിലാണ്. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ പേരുകളിൽ ആയിരുന്നില്ല. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. എന്തെന്നാൽ മറ്റേതെങ്കിലും സമൂഹത്തിന് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം തങ്ങളുടെ ദൈവം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും അവർക്ക് ബലിയർപ്പിക്കാം. ഇസ്ലാം എക്കാലത്തും തുടർന്നു വന്നത് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ പൊളിച്ച് അല്ലാഹുവിനു വേണ്ടി മസ്ജിദ് പണിയുന്ന ശൈലിയാണ്. എന്നാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം യെരുശലേമിലല്ലാതെ മറ്റൊരിടത്തും ദൈവാലയം സ്ഥാപിക്കാൻ അനുവാദമില്ല. സാത്താന് ബലിയർപ്പണം നടന്ന സ്ഥലങ്ങളിലടക്കം അശുദ്ധമായ ഒരിടത്തും സത്യദൈവമായ യാഹ്വേയ്ക്ക് വസിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ കാരണം. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യെരുശലേമിലേക്ക് മടങ്ങി വരാതിരിക്കാനും യെരുശലേമിൻ്റെ മേലുള്ള അവകാശം മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കാനും സാധിക്കുമോ? AD 1570 സുൽത്താൻ സലീം രണ്ടാമൻ്റെ രൂപകൽപ്പനയിൽ നിർമ്മിച്ച അൽ അക്സ മസ്ജിദിൻ്റെ പിതൃത്വം ആദ്യ മനുഷ്യനായ ആദത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന വിഫല ശ്രമത്തിൻ്റെ പിന്നിൽ അവകാശം സ്ഥാപിച്ചെടുക്കുകയെന്ന ലക്ഷ്യമാണുള്ളത്. അല്ലാഹുവിനെ വെച്ച് ഇസ്ലാമിസ്റ്റുകൾ എത്ര ചീഞ്ഞ കളികൾ കളിച്ചാലും സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വേയുടെ പ്രവാചകന്മാർ നടത്തിയ പ്രവചനങ്ങൾക്ക് മുൻപിൽ അവയൊന്നും വിലപ്പോവില്ല. ഈ പ്രവചനം ശ്രദ്ധിക്കുക. ഗാസ നിർജ്ജനമാകും, അഷ്കലോൺ ശൂന്യമാകും, അഷ്ദോദിലെ ജനങ്ങൾ മധ്യാഹ്നത്തിൽ തുരത്തപ്പെടും, എക്രോൺ പിഴുതെറിയപ്പെടും. കടൽ തീരവാസികളെ, ക്രേത്യജനമേ, നിങ്ങൾക്ക് ദുരിതം. യാഹ്വേയുടെ വചനം നിങ്ങൾക്കെതിരാണ്. ഹേ കാനാനിലെ ഫിലിസ്ത്യദേശമേ, ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും. കടൽ തീരമേ, നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടിൻകൂട്ടങ്ങളുടെ ആലകൾക്കും ഉള്ള ഇടമായിത്തീരും. കടൽ തീരം യഹൂദാ ഗോത്രത്തിൽ അവശേഷിക്കുന്നവരുടെ കൈവശമാകും. അവിടെ അവർ ആടുകളെ മേയ്ക്കും. അഷ്കലോണിൻ്റെ ഭവനങ്ങളിൽ അവർ വൈകുന്നേരം ഉറങ്ങും. എന്തെന്നാൽ അവരുടെ ദൈവമായ യാഹ്വേ അവരെ സ്മരിക്കുകയും അവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. സഫാനിയാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 2-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് പലസ്തീനിലെ അറബികൾ സ്വന്തം നാടായ അറേബ്യൻ മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോയാൽ ഒരുപക്ഷെ കുറച്ചു കാലം കൂടി ജീവൻ നിലനിർത്താൻ കഴിഞ്ഞേക്കും. ഇത്
പലസ്തീനിലെ അറബികൾക്ക് മാത്രമുള്ള മുന്നറിയിപ്പല്ല, മറിച്ച് ലെബനോൻ, യോർദാൻ, സിറിയ, സൗദി അറേബ്യ തുടങ്ങിയ അറബ് രാജ്യങ്ങൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ്. തുടർന്നുള്ള വാക്യങ്ങൾ കൂടി പരിശോധിച്ചാൽ അത് വ്യക്തമാകും. മൊവാബ്യർ, അമ്മോന്യർ എന്നിങ്ങനെ പ്രതീകാത്മകമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് മൊവാബ്യരും അമ്മോന്യരും ഇല്ല. ആ രാജ്യങ്ങൾ ഇന്ന് കൈവശം വച്ചിരിക്കുന്നത് യോർദാൻ, സൗദി അറേബ്യ, ലെബനോൻ, സിറിയ എന്നീ രാജ്യങ്ങളാണ്. ആയതിനാൽ ഈ പ്രവചനം കൂടി ശ്രദ്ധിക്കുക. മൊവാബിൻ്റെ അധിക്ഷേപങ്ങളും എൻ്റെ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്ത അമ്മോന്യരുടെ പരിഹാസവും ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യാഹുവെ അരുളി ചെയ്യുന്നു, ഞാനാണ് മൊവാബ് സോതോമിനെപ്പോലെയും അമ്മോന്യർ ഗൊമോറായെപ്പോലെയും മുൾപ്പടർപ്പും ഉപ്പുകുഴികളും നിറഞ്ഞ നിത്യശൂന്യതയുടെ ദേശമായി തീരും. എൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും. എൻ്റെ രാജ്യത്തിൽ അവശേഷിക്കുന്നവർ അവ കൈവശപ്പെടുത്തും. ഇതായിരിക്കും അവരുടെ അഹങ്കാരത്തിനുള്ള പ്രതിഫലം. അവർ സൈന്യങ്ങളുടെ യാഹുവയുടെ ജനത്തിനെതിരായി വീമ്പടിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്തു. സെഫാനിയാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ സന്ദേശം അപൂർണമായി ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. യേശുവയുടെ പുനരാഗമനത്തിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കാൻ ഇനി അധികം വൈകില്ല. കൗണ്ട് ഡൗൺ ആരംഭിക്കാനുള്ള ദിനം നമ്മെ സമീപിച്ചിരിക്കുന്നു. അതിനാൽ എല്ലാ ദൈവമക്കളും അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. കാരണം യേശുവ വരുന്നത് അവിടുത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. ദൈവത്തിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള ആകാംക്ഷാപൂർവമുള്ള കാത്തിരിപ്പിന് വിഘാതമാകുന്ന ലൗകികമായ വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റിവെക്കണം. വേഗം വരാനിരിക്കുന്ന യേശുവായുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം. യുഗാന്തകാല സന്ദേശങ്ങൾ മനോവ നൽകുമ്പോൾ അത് അപ്പോൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഈ സന്ദേശം പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ദൈവ ശുശ്രൂഷയുടെ ഭാഗമായി തീരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. യേശുവായെ വേഗം വരേണമേ. അവിടുത്തെ പരിശുദ്ധമായ പേരിന് മഹത്വമുണ്ടാകട്ടെ.